സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ ആക്ഷേപ പരാമർശത്തിൽ നടപടി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദനെയും എറണാകുളം ജില്ലാ സെക്രട്ടറി കെ.എം. ദിനകരനെയും താക്കീത് ചെയ്തു. സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റേതാണ് തീരുമാനം. ഇരു നേതാക്കളുടെയും മാപ്പ് അപേക്ഷ പരിഗണിച്ചാണ് നടപടി താക്കീതിൽ ഒതുക്കിയത്. ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ കമലാ സദാനന്ദനും കെ.എം. ദിനകരനുമെതിരായി കടുത്ത അച്ചടക്ക നടപടി വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമായിരുന്നു. തുടർന്ന് ഇരുവരോടും പാർട്ടി വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തു. ബോധപൂർവം പാർട്ടി അവഹേളിക്കാൻ ശ്രമിച്ചിട്ടില്ല, പാർട്ടി എന്ത് നടപടിയെടുത്താലും അംഗീകരിക്കും, ദയവ് കാണിക്കണം എന്നതടക്കം സൂചിപ്പിച്ച് ഇരുവരും നേതൃത്വത്തിന് വിശദീകരണം നൽകി. ഇതോടെ താക്കീത് നൽകി വിട്ടയച്ചാൽ മതിയെന്ന തീരുമാനം എക്സിക്യൂട്ടീവും എടുത്തു. സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായി കമലാ സദാനന്ദനും കെ.എം. ദിനകരനും തമ്മിൽ നടത്തിയ സംഭാഷണമാണ് പുറത്തായത്. തുടർന്ന് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ച് നേതാക്കൾ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതേസമയം ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തതും ചോരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും വിശദീകരണത്തിൽ പരാമർശിച്ചിട്ടില്ല. ബിനോയ് വിശ്വം പുണ്യാളനാകാൻ ശ്രമിക്കുകയാണെന്നും ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വരും എന്നതടക്കമായിരുന്നു ഫോൺ സംഭാഷണത്തിൽ ഇരുവരും സംസാരിച്ചത്. ജനം, തിരുവനന്തപുരം.